നമസ്കാരം. ഒരു സിനിമ ഹിറ്റായി എന്ന് പറയുമ്പോൾ അത് ഏതെങ്കിലും ഒരു സ്ഥലത്ത് ഹിറ്റാവുക അല്ലെങ്കിൽ ഒന്നോ രണ്ടോ ദിവസത്തെ വലിയ കളക്ഷന് ശേഷം വീണു പോവുക എന്നൊക്കെ പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് കാണുന്നതാണ്. എന്നാൽ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ, ദുൽഖർ സൽമാന്റെ തെലുങ്കിൽ റിലീസ് ചെയ്ത ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ എത്രത്തോളം വലിയ ഹിറ്റായിരുന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. ചിത്രം 100 കോടിക്ക് മുകളിൽ കളക്ഷൻ നേടുന്ന ആദ്യത്തെ ദുൽഖർ സൽമാൻ ചിത്രമായിട്ട് മാറുകയും ചെയ്തു. കേരളത്തിൽ ആദ്യമായിട്ട് അന്യഭാഷയിൽ അഭിനയിച്ച ദുൽഖർ സൽമാന്റെ ഒരു സിനിമ കേരളത്തിൽ ഹിറ്റാവുന്നത് നമ്മൾ കണ്ടതും ലക്കി ഭാസ്കറിലൂടെയാണ്. അല്ലാതെ അദ്ദേഹത്തിന്റെ മറ്റ് തെലുങ്ക് ചിത്രങ്ങളൊക്കെ വലിയ ഹിറ്റായിരുന്നു എന്നുണ്ടെങ്കിലും തമിഴിൽ അഭിനയിച്ച സിനിമകളും വലിയ വിജയങ്ങളായിരുന്നു എന്നുണ്ടെങ്കിലും അതൊന്നും കേരളത്തിൽ വലിയ ചലനമുണ്ടാക്കിയില്ല എന്നുള്ളത് ഒരു ചരിത്രമായിട്ട് നിലനിൽക്കുന്നു. ഇപ്പോൾ ഈ സിനിമയെക്കുറിച്ച് പുതിയ വാർത്തകളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ നിറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് വെറുതെ സോഷ്യൽ മീഡിയ വാർത്ത മാത്രമല്ല, സത്യസന്ധമായിട്ടുള്ള വാർത്ത തന്നെയാണ്. ആ വാർത്ത എന്ന് പറയുന്നത് വേറെയൊന്നുമല്ല. ഈ ചിത്രത്തിന് OTT റിലീസ് കഴിഞ്ഞ ഏകദേശം 2 ആഴ്ച മുമ്പേ നടന്നു എന്നുള്ള കാര്യം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. സാധാരണഗതിയിൽ ഒരു സിനിമ OTTയിൽ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നീട് ആ സിനിമ തിയേറ്ററിൽ പോയി കാണാൻ ആരും തന്നെ മുതിരല്ല. സാധാരണഗതിയിൽ കേരളത്തിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു പടം ഇറങ്ങി വലിയ വിജയമായിട്ട് മാറി ആ സിനിമ OTTയിൽ ഇറങ്ങിയതിനു ശേഷവും ഇവിടെ ചില തിയേറ്ററുകളിൽ കാശ് കൊടുത്തിട്ട് അത് 100 ദിവസം എന്നുള്ള പോസ്റ്റർ അടിക്കാൻ വേണ്ടി ഒരു ഷോ വീതം 1 or 2 തിയേറ്ററുകളിൽ ഓടിക്കുന്ന ഒരു പ്രവണത കേരളത്തിൽ കാണാറുണ്ട്. സാധാരണയായിട്ട് നമ്മൾ ചെന്ന് നോക്കുമ്പോൾ അവിടെ ഒരാളോ 2 ആളൊക്കെ ഉണ്ടാവുകയുള്ളൂ. പക്ഷെ അത് റെന്റിനെടുത്ത് നടത്തുന്നത് കൊണ്ട് തന്നെ ആയതുകൊണ്ട് തന്നെ ഒരാളുണ്ടെങ്കിൽ പോലും അവിടെ ഷോ ഓടിക്കും എന്നുള്ളതും കാണാറുണ്ട്. ഞാൻ അങ്ങനെയും സിനിമ മലയാളത്തിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ മറ്റു ഭാഷകളിൽ അങ്ങനെയുള്ളൊരു പ്രവണതയില്ല. അവിടെ ആളുണ്ടെങ്കിൽ മാത്രമേ പടം ഓടുകയുള്ളൂ. ഇപ്പോഴിതാ ദുൽഖർ സൽമാന്റെ ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ ചെന്നൈയിൽ, അതായത് ഏതെങ്കിലും ഒരു ഇതിനകത്തല്ല, ചെന്നൈ സിറ്റിക്കകത്ത് ഏകദേശം 4 തിയേറ്ററുകളിൽ ഇപ്പോഴും ഹൗസ്ഫുൾ എന്ന് പറയുന്ന രീതിയിൽ തന്നെ സിനിമ ഓടുന്നു. ഇത് വെറുതെ പറഞ്ഞതല്ല. കഴിഞ്ഞ ഞായറാഴ്ച ഈ 4 തിയേറ്ററുകളിലെയും ഓരോ ഷോ വീതമുള്ളൂ. 4 ഷോയും ഹൗസ്ഫുൾ ആയിട്ട് തന്നെ ഓടിയിരുന്നു എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്. ആ ചിത്രം ഇപ്പോഴും, അതായത് പിന്നത്തെ വർക്കിംഗ് ഡേയിലേക്ക് വന്നപ്പോഴും മാന്യമായിട്ടുള്ള കളക്ഷനുമായിട്ട് തിയേറ്ററിൽ പിടിച്ചു നിൽക്കുന്നു എന്നുള്ള റിപ്പോർട്ടുകളുമുണ്ട്. അതായത് ലക്കി ഭാസ്കർ എന്ന് പറയുന്ന സിനിമ റിലീസ് ചെയ്തിട്ട് എത്ര ദിവസമായി എന്ന് നോക്കിയാണ് എന്നുണ്ടെങ്കിൽ ഏകദേശം 50 ദിവസം കഴിഞ്ഞിരിക്കുന്നു. ആ ചിത്രത്തിന് ഒരുപക്ഷെ 100 ദിവസം ഓടാനുള്ള സാധ്യതയും കാണുന്നുണ്ട് എന്ന് തന്നെ വിലയിരുത്തേണ്ടിയിരിക്കുന്നു. ഓക്കെ, അപ്പോഴത്തെ വീഡിയോ പറ്റി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.